തോന്നുന്നത്. ഓക്കെ, റൈറ്റ്. ശ്രീ കെ എം ഷാജഹാൻ, പൊട്ടിക്കരയുന്ന രണ്ടമ്മമാരുടെ ചിത്രമൊക്കെ മാധ്യമങ്ങളിൽ വരുന്നു. വികാരപരമായിട്ടോ മെലോഡ്രാമാറ്റിക്കോ പറയല്ല, അത് ഒരുവിധം കേരളത്തിലെ എല്ലാവർക്കും കണ്ടാൽ മനപ്രയാസം വരുന്ന വിഷയം തന്നെയാണ്. അപ്പോഴും CBI അന്വേഷണത്തിനെതിരെ ഞങ്ങൾ നിൽക്കുകയാണ് എന്നുള്ള പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഉറക്കെ പറഞ്ഞുകൊണ്ട് ഒരു ആശയക്കുഴപ്പം ഉണ്ടാക്കുക, അങ്ങനെ പാർട്ടി ഒരു നിലപാടെടുക്കുക, അണികൾക്ക് അത്തരത്തിലുള്ള ക്യാപ്സൂളുകൾ കൊടുക്കുക. എങ്ങനെയാണ് CPM പോലെ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഇത്രയും ഇങ്ങനെ പാർട്ടിയെ തന്നെ പ്രതിരോധത്തിലാക്കിയ ഒരു കേസുമായി ബന്ധപ്പെട്ട വിധി വരുമ്പോൾ എങ്ങനെയാണ് ചെയ്യാൻ കഴിയുക എന്നുള്ളതാണ് അതിശയം. അവരുടെ ഇതിനകത്ത് ഒരു രാഷ്ട്രീയ നിലപാടിൻ്റെയും പ്രശ്നമില്ല, അതൊക്കെ ശുദ്ധ അസംബന്ധമാണ്. ഇപ്പോൾ ബ്രിജിൽ മക്കുറ്റി സോളാർ കേസിൻ്റെ കാര്യം പറഞ്ഞു. നിങ്ങൾ ബംഗാളിലേക്കൊന്ന് ചെന്ന് നോക്കിയേ. ബംഗാളിൽ ശാരദാ ചിട്ടി ഫണ്ട് കുംഭകോണം മമതാ ബാനർജി നടത്തിയെന്ന് പറഞ്ഞ് ആ കേസ് CBIക്ക് വിടാൻ വേണ്ടി വർഷങ്ങളോളം തെരുവിലിറങ്ങി സമരം ചെയ്ത പാർട്ടിയാണ് CPM. അതുകൊണ്ട് ഇതിനകത്ത് ഒരു രാഷ്ട്രീയ നിലപാടിൻ്റെ ഒന്നും പ്രശ്നമില്ല. ഇതിനകത്ത് ഞാൻ കൃത്യമായി പറയാം, ഈ കേസിൽ 2019 സെപ്റ്റംബർ 30 B. സുധീന്ദ്രകുമാർ എന്ന് പറയുന്ന ഹൈക്കോടതിയിലെ സിംഗിൾ ബെഞ്ച് ജഡ്ജ്, ആ ജഡ്ജാണല്ലോ CBI അന്വേഷണത്തിന് പ്രഖ്യാപിക്കാൻ വേണ്ടിയിട്ട് വിധി പ്രഖ്യാപിച്ചിട്ടുള്ളത്. 33 ഖണ്ഡികകളുള്ള ആ വിധിന്യായം ഈ BN ഹസ്കർ എന്ന് പറയുന്ന ഈ അഭിഭാഷകൻ എടുത്തൊന്ന് വായിച്ചു നോക്കണം. ആ വിധിന്യായത്തിൽ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം ആ ജഡ്ജ് ഈ അന്വേഷണം പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് CPM അട്ടിമറിക്കാൻ നടത്തിയിട്ടുള്ള ശ്രമങ്ങൾ എണ്ണി പറഞ്ഞിട്ടുണ്ട്. അതിൽ 20-ാം പാരഗ്രാഫ് തുടങ്ങുന്നത് എങ്ങനെയാണെന്നറിയാമോ? കേസിൻ്റെ വിശദാംശങ്ങൾ പരിശോധിക്കുമ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥൻ കുറ്റപത്രം സമർപ്പിച്ചത് അന്ധമായിട്ടാണെന്ന് കാണാൻ കഴിയും, ബ്ലൈൻഡായിട്ടാണെന്ന് കാണാൻ കഴിയും. സത്യം കണ്ടെത്താൻ ശരിയായ കാര്യക്ഷമമായ അന്വേഷണം നടത്താതെ ഒന്നാം പ്രതി, അതായത് A. പീതാംബരൻ, അയാളുടെ വിശദീകരണം ഗോസ്പൽ ട്രൂത്തായി കണക്കാക്കിക്കൊണ്ടാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ ചാർജ് ഷീറ്റ് സമർപ്പിച്ചത് എന്നാണ് പറയുന്നത് 20-ാമത്തെ ഖണ്ഡികയിൽ. 22-ാമത്തെ ഖണ്ഡികയിൽ പറയുന്നുണ്ട്, എന്താ പറയുന്നത്? മരണപ്പെട്ടവർ യൂത്ത് കോൺഗ്രസ്സുകാരും പ്രതികൾ ഭരണ പാർട്ടിയായിട്ടുള്ള CPM നേതാക്കളുമാണ്. ഈ കേസിലെ FIR കൃത്യമായി വ്യക്തമാക്കുന്നത് ഈ കേസിലെ കൊലപാതകം ഒരു രാഷ്ട്രീയ കൊലപാതകമാണ് എന്നാണ്. എന്താ പറയുന്നത്? The FIR registered in this case would clearly show that the murder in this case was a political murder. ഇത് ഹൈക്കോടതിയിലെ സിംഗിൾ ബെഞ്ച് ന്യായാധിപനാണ് പറയുന്നതെന്ന് നമ്മൾ ആലോചിക്കണം. അതുപോലെ തന്നെ ഇവരുടെ പ്രധാനപ്പെട്ട ഒരു വാദം എന്തായിരുന്നു? ഒന്നാം പ്രതി A. പീതാംബരന് വ്യക്തിഗതമായിട്ടുള്ള വിരോധം ഈ ശരത്ലാലിൻ്റെ അടുത്തും കൃപേഷിൻ്റെ അടുത്തും ഉണ്ടായിരുന്നു, അതുകൊണ്ട് അയാൾ ചെയ്തതാണ് എന്നാണ്. അവിടെ 22-ാമത്തെ ഖണ്ഡികയിൽ എന്താ ന്യായാധിപൻ പറയുന്നതെന്നറിയാവോ? ഒന്നാം പ്രതി പീതാംബരൻ മാത്രം ആസൂത്രണം ചെയ്തത് കുറ്റകൃത്യമായിരുന്നുവെങ്കിൽ എന്തിനായിരുന്നു സംഭവത്തിന് ശേഷം പ്രാദേശിക CPM നേതാക്കൾ വെളുത്തോളിയിലെത്തിയതെന്നും പ്രതികളെ പാർട്ടി ഓഫീസിലേക്ക് കൊണ്ടുപോയത് എന്നും മനസ്സിലാവുന്നില്ല. ഇറ്റ് ഈസ് നോട്ട് ഡിസേണബിൾ എന്നാണ് പറഞ്ഞത്. അടുത്ത് പറഞ്ഞെന്താണ്? ഈ സാഹചര്യം ചൂണ്ടിക്കാണിക്കുന്നത് പരാതിക്കാർ വ്യക്തമാക്കുന്നത് പോലെ ഇരട്ട കൊലപാതകം ഒന്നാം പ്രതി പീതാംബരൻ സ്വന്തമായി ചെയ്തതല്ല, മറിച്ച് CPM പാർട്ടി ചെയ്തതാണ് എന്നാണ്. This is a circumstance indicating the contention of the petitioners that the twin murder in this case was planned and executed not by the first accused alone but by the CPM party. എന്ന് പറഞ്ഞാൽ it was the CPM party which planned and executed the twin murder. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആത്യന്തികമായി ഈ ന്യായാധിപൻ CBI അന്വേഷണത്തിന് വിടുന്നത്. അപ്പോൾ ഈ CBI അന്വേഷണത്തിനോടുള്ള പ്രത്യയശാസ്ത്ര നിലപാടുകളൊക്കെ നമ്മൾ അങ്ങോട്ട് മാറ്റിവെച്ചിട്ട് ഈ 2019 സെപ്റ്റംബർ 30 B. സുധീന്ദ്രകുമാർ എന്ന് പറഞ്ഞ ന്യായാധിപൻ പറഞ്ഞ വിധിന്യായത്തിലെ ഈ വിശദാംശങ്ങൾ നമ്മൾ പരിശോധിക്കുക. ആ വിശദാംശങ്ങൾ പരിശോധിച്ചാൽ വളരെ കൃത്യമായി ആ ന്യായാധിപൻ പറഞ്ഞിട്ടുള്ളത് ഇത് CPM ചെയ്തിട്ടുള്ള രാഷ്ട്രീയ കൊലപാതകമാണ് എന്നുള്ളതാണ്. ഈ രാഷ്ട്രീയ കൊലപാതകത്തിൽ പ്രതികളായിട്ട് നിൽക്കുന്നവരാരൊക്കെയാണ്? CPMന്റെ ജില്ലാ കമ്മിറ്റി അംഗമല്ല, CPMന്റെ കാസർഗോഡത്തെ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ, മുൻ ഉദുമ MLA KV കുഞ്ഞിരാമൻ, മണികണ്ഠൻ എന്ന് പറയുന്ന CPMന്റെ കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും മുൻ ഉദുമ ഏരിയ സെക്രട്ടറിയും, വേറെ 2 ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാർ. അപ്പോൾ ഇവരൊക്കെ തന്നെ
ഈ കേസിൽ കൃത്യമായ പ്രതിസ്ഥാനത്ത് വരും എന്നറിഞ്ഞുകൊണ്ടാണ് എന്റെയും അപർണയുടെയും കൃപേഷിന്റെയും ശരത്ലാലിന്റെയും ഒക്കെ മാതാപിതാക്കളുടെ പൊതുപ്പണം എടുത്തുകൊണ്ട് CPM ഈ ഹൈക്കോടതി മുതൽ സുപ്രീം കോടതി വരെ പോയത്. അതല്ലാതെ CBI എന്ന് പറയുന്ന ഇതൊക്കെ അബദ്ധമാണ്. അപ്പോൾ CPM പോയെന്നോ സർക്കാർ പോയെന്നോ പറയണം. അതാണ് ഇതിനകത്ത് പ്രശ്നം. അപ്പൊ അതുകൊണ്ട് ഈ കാരണം കൊണ്ട് ഈ ജഡ്ജ് വളരെ കൃത്യമായി പറയുകയാണ്. അയാൾ പറയുന്നത് എന്താണ്? ഒന്നാം പ്രതി A. പീതാംബരൻ. ആരാണ് ഒന്നാം പ്രതി A. പീതാംബരൻ? അയാൾ പെരിയ ലോക്കൽ കമ്മിറ്റി മെമ്പറായിരുന്നു. അയാളുടെ വാദഗതി ഗോസ്പൽ ട്രൂത്തായി, അതായത് പരമമായ സത്യമായി എടുക്കുകയാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ. അംഗീകരിക്കാൻ കഴിയില്ല. ഇത് രാഷ്ട്രീയ കൊലപാതകമാണ്. ഇത് CPM-നോ ഇത് ഒരാൾക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്നതല്ലെന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം, അതായത് അൺഈക്വോക്കൽ ആയിട്ടാണ് ഹൈക്കോടതി ജഡ്ജി B. സുധീന്ദ്രകുമാർ പറഞ്ഞത്. ഇത് കണ്ടപ്പോൾ CPM-ന് മനസ്സിലായി, CPM-ന്റെ നേതാക്കന്മാർ കുരുങ്ങുമെന്ന് മനസ്സിലായി. അതുകൊണ്ടാണ് CPM ഡിവിഷൻ ബെഞ്ചിൽ സുപ്രീം കോടതിയിലും പോയത്. എന്നിട്ട് ഈ ഹസ്കറിനെ പോലെയുള്ള അഭിഭാഷകർ വന്ന് വലിയ വായില് CBI-ക്കെതിരായിട്ടുള്ള രാഷ്ട്രീയ നിലപാട്, പ്രത്യയശാസ്ത്ര നിലപാടെന്നൊക്കെ പറഞ്ഞാൽ ഇതൊരു CPM-ന്റെ സാധാരണ പ്രവർത്തകനെ പോലും ഇത് വിശ്വസിപ്പിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. ഞാൻ അഡ്വക്കേറ്റ് ബി എൻ ഹസ്കറാണ്